വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തുണ്ടാക്കും, അതുപോലെ ഡിന്നറിന് എന്തുണ്ടാക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ടൈമൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അതുപോലെ നല്ലോണം വയറ് ഫില്ലാകുന്നൊരു റെസിപ്പി കൂടിയാണ്. ഈ ഡിഷിൻ്റെ പേര് ഷക്ഷുക എന്നാണ്. അപ്പോൾ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നമ്മളെ മുട്ടക്കറിയെന്നും ഇതിനെ വിളിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു 2 ഉള്ളിയാണ്. അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 2 തക്കാളി കൂടി വേണം. അത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കൊരു 8 അല്ലി വെളുത്തുള്ളി വേണം. അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കാണ്. അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് ഈ 2 ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മളിപ്പോൾ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതാ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് 2-3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ്, ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പൂരിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം വറ്റിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് തനിയെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് കുറച്ചും കൂടി വറ്റിച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഡിഷ് റെഡി ആയിട്ടുണ്ട്, ഷക്ഷുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂരിയും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പൂരിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇതുപോലെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് തനിയെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എപ്പോഴത്തേം പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.